ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 5.1 ആംപ്ലിഫയർ ആണ്. ഇത് 5.1 ഡോൾബി DTS അതുപോലെ തന്നെ ഡോൾബി പ്രോലോജിക് 2 സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണത്. ഇതിൽ നമുക്ക് ഡിജിറ്റൽ ഇൻപുട്ടായിട്ട് ഒപ്റ്റിക്കൽ, കോആക്സിൽ അതുപോലെ തന്നെ HDMI ARCയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണത്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വാർഡ്സ് നമുക്ക് ചാനൽസൊക്കെ നമുക്ക് 15 വാർഡ്സാണ് കിട്ടുക. അതായത് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ് നമുക്ക് കിട്ടുന്ന വാർഡ്സ് 15 വാർഡ്സാണ് ഒരു ചാനലിൽ കിട്ടുക. അതുപോലെ തന്നെ ഇതിൻ്റെ സബ് നമുക്ക് ഒരു 300 RMS വരെ നമുക്കിതിൽ ലോഡ് ചെയ്യാൻ പറ്റും. ഇതിൽ 5 ചാനലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയർ TDA 2030 IC ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ഒരു ചാനലിൽ നമുക്ക് 15 വാർഡ്സാണ് ഏകദേശം കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സബ് ആംപ്ലിഫയർ ബോർഡ് 52001943 വരുന്ന ആംപ്ലിഫയർ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഡീകോഡർ, അതായത് ഡിജിറ്റൽ ഡീകോഡർ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്യൂടെക്കിൻ്റെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഞാൻ മുമ്പ് വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഒരുവിധം എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്ന നല്ലൊരു ബോർഡാണത്. DTSും ഡോൾബിയും ഒക്കെ കറക്റ്റായിട്ട് ഡീകോഡ് ചെയ്യുന്ന ഒരു ബോർഡാണത്. ഇതിൻ്റെ ചാനൽസൊക്കെ 15 വാർഡ്സ് ആണെങ്കിലും ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആംപ്ലിഫയറാണ്. നല്ല ക്വാളിറ്റി തന്നെ ഇതിൽ നമുക്ക് പാട്ട് കേൾക്കാനാണെങ്കിലും സിനിമ കാണാനാണെങ്കിലും പറ്റും. നല്ല സറൗണ്ടിങ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന നല്ലൊരു ആംപ്ലിഫയറാണിത്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ആംപ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കേബിന് G-Techൻ്റെ കേബിനാണ്. അപ്പോൾ ഇതുപോലുള്ള 5.1 ആംപ്ലിഫയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ മതി. 5.1 2.1 സ്റ്റീരിയോ ആംപ്ലിഫയറോ അതുപോലെ സബ് ആംപ്ലിഫയർ വേണമെങ്കിലോ അല്ലെങ്കിൽ സബിൻ്റെ ആക്റ്റീവ് ആംപ്ലിഫയർ അങ്ങനെ ഏതുവാണെങ്കിലും വിളിച്ചാൽ മതി. നമ്പർ ചാനലിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാബിൻ വേണമെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഇതുപോലെ ചെയ്ത് തരണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരും. ഈ ആംപ്ലിഫയറിൻ്റെ ബോക്സും ഞാൻ ചെയ്യുന്നുണ്ട്, സ്പീക്കർ ബോക്സും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണി കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ആ ബോക്സുകൾ കാണിക്കാത്തത്. പണി കഴിഞ്ഞിട്ട് ഞാൻ അതിനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ 5 ചാനലിൽ ഞാൻ 15 വാർഡ്സ് കിട്ടുമെന്ന് പറഞ്ഞത് അത് 4 ohms ലോഡ് ചെയ്യുകയാണെങ്കിലാണ് 15 വാർഡ്സ് നമുക്ക് ഇതിൽ ഔട്ട് കിട്ടുക.